ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് ഒഴിവാക്കാറില്ല. എവിടെയാണെങ്കിലും കാര്യം നമ്മുടെ അവകാശമാണല്ലോ. നമ്മൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. പ്രചരണങ്ങൾ പലതും ഉണ്ടാവാം, പക്ഷെ നമ്മുടെ മനസ്സിലൊരു രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു തീരുമാനമുണ്ട്. ആരായിരിക്കണം നമ്മുടെ തദ്ദേശ ഭരണത്തിൽ നമ്മൾ സഹായിക്കേണ്ടത്, നിയമസഭയിൽ ആരാണ്, ലോക്സഭയിൽ ആരാണെന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു കണക്കൂട്ടലുണ്ടാവും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രചാരണങ്ങൾക്കൊക്കെ അപ്പുറത്താണ്. എനിക്ക് തോന്നുന്നു മലയാളിക്ക് എല്ലാവർക്കും അവരവരുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകും, ആരാണ് ഇത്തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത്, ആരാണ് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത്തരമൊരു തീരുമാനമുള്ളതുകൊണ്ട് ഞാനൊരിക്കലും ഈ അവകാശം നഷ്ടപ്പെടുത്താറില്ല. അതാണ് പ്രധാനമായിട്ടുള്ള. ബാക്കിയൊന്നും സന്തോഷം, ബാക്കി വേറെ പ്രത്യേകിച്ച് നമ്മൾ വന്നു എന്നുള്ളത് തന്നെയാണ്. അന്തിക്കാട് ഞാൻ പഠിച്ച സ്കൂളാണിത്, എൻ്റെ മക്കൾ പഠിച്ച സ്കൂളാണ്, എൻ്റെ ഭാര്യ പഠിച്ച സ്കൂളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെൻറ് LP സ്കൂളിനോട് നമുക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഇലക്ഷന് വരിക, വോട്ട് ചെയ്യാൻ വരിക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമുക്ക് എപ്പോഴും ഈ കേരളത്തിൻ്റെ പുരോഗതി, കേരളത്തിന് മാത്രമല്ല ഏത് നാട്ടിൻ്റെയും പുരോഗതി നമ്മളെ ഭരിക്കുന്ന ആളുകൾ അനുസരിച്ചിരിക്കും. അപ്പോൾ എല്ലാവർക്കും സുഗമമായൊരു ജീവിതം, നമ്മുടെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉണ്ടാവുക എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ പ്രത്യേകിച്ചും അന്തിക്കാട് എന്ന് പറയുന്നൊരു കാർഷിക ഗ്രാമമാണ്. നമുക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാൻ ഈ സിനിമ മാത്രമല്ല, ഇടയ്ക്ക് കുറച്ച് കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് അന്തിക്കാട് കൂടുതൽ കാർഷിക വികസനത്തിനും പിന്നെ നമ്മുടെ റോഡുകളും ഒക്കെ വികസനത്തിനൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകളാണ് വരേണ്ടത്. അപ്പോൾ അതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമുക്ക് നല്ല വ്യക്തികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അതൊക്കെ വന്ന് ഞാനതിലൊന്നും അത്ര അങ്ങനെ ഇടപെടാറില്ലല്ലോ സാധാരണ. അല്ല, ആ വിധി വന്നു കഴിഞ്ഞല്ലോ. ഒരു കേസ് വന്നു, ആ കേസിന് കോടതി വിധിച്ചു, ആ വിധി നമ്മളെല്ലാം കണ്ടു. അതിൽ നേരിട്ട് കുറ്റക്കാരായവരെ മുഴുവൻ ശിക്ഷിച്ചു. അത് നമ്മളതിനെ ബഹുമാനിക്കുന്നു. ആ വിധിയെ കോടതി നമ്മൾ ബഹുമാനിക്കുന്നു. അതൊന്നും നമ്മുടെ വിഷയമല്ല. അല്ല, നമുക്കിനിയും നീതി ലഭിച്ചു എന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഒരുപാട് തെളിവുകളും സാക്ഷികളും അല്ലെങ്കിൽ രേഖകളൊക്കെ പരിശോധിച്ചിട്ടാണ് കോടതി ഒരു വിധി പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണെന്ന് പറയാനായിട്ട് നമ്മളല്ല. എനിക്ക് അറിയാവുന്നത് കോടതിക്ക് അപ്പുറത്ത് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ കോടതിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇനി അതിന് എതിരഭിപ്രായമുള്ളവർക്ക് മേൽക്കോടതികളിലേക്ക് പോകാമല്ലോ. അങ്ങനെയാണ്. അതൊക്കെ വേറെ വിഷയങ്ങളല്ലേ, അതൊന്നും നമ്മളിപ്പോൾ പറയേണ്ട കാര്യങ്ങളല്ല. ദിലീപ് തെറ്റുകാരനല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോടതിയുടെ ബോധ്യം, കോടതിയുടെ അറിവാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് കോടതിയിൽ വിശ്വാസമുണ്ട്, കോടതിയിലെ ബഹുമാനമുണ്ട്. അപ്പം അതിന് മറിച്ച അഭിപ്രായമുള്ള ആൾക്കാർ മറ്റ് നിയമ നടപടികളിലേക്ക് പോട്ടെ എന്നുള്ളതാണ്. മറ്റത് സംഘടനാ പ്രവർത്തനങ്ങൾ, ഞാനിപ്പോൾ സിനിമയുടെ സംഘടനകളിൽ ഞാൻ അങ്ങനെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളല്ല. അതൊക്കെ ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായതുകൊണ്ട് വരുന്നതാണ്. അല്ലാതെ ഇപ്പോൾ ദിലീപ് FK തിരിച്ചു വരുന്നു അല്ലെങ്കിൽ അമ്മയിൽ തിരിച്ചു വരുന്നു എന്നുള്ളതൊന്നും ഇപ്പോൾ പറയേണ്ട വിഷയമല്ല.